ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മ വിളിച്ചു വരുത്തിയ ഡോക്ടർ സ്വാമിയെ പരിശോധിച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് സത്യാമ്മയോട് പറയുന്നു, വെറുതെ എന്റെ സമയം കളയേണ്ടിയിരുന്നില്ല സത്യാമ്മേ, ആ കുട്ടി തികച്ചും നോർമലാണ്. അത് കേട്ടതോടെ സുസ്മിത ചാടിയിരുന്നിട്ട് സത്യാമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഞാൻ പറഞ്ഞില്ലേ ഭാമാന്റി, ശ്യാമ ഗർഭിണിയല്ല എന്ന്, അവൾ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ച് സുസ്മിത ബഹളം വയ്ക്കുമ്പോഴേക്കും സത്യഭാമ നേരെ ശാരദാമ്മയ്ക്ക് നേരെ തിരിയുന്നു. ശാരദാമ്മേ, എങ്കിലും എന്നോടിത് വേണ്ടായിരുന്നു ശാരദാമ്മേ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഹലോ ഹലോ, എന്താ എന്താ സത്യമേ പറയുന്നത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞതും സത്യഭാമ വേഗം ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അതെ, ആ കുട്ടി തികച്ചും നോർമലാണെന്ന് പറഞ്ഞ് ആ കുട്ടി ഗർഭിണിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, പിന്നെ തികച്ചും നോർമലാണെന്ന് പറഞ്ഞാൽ ഗർഭിണിയല്ല എന്ന് തന്നെയല്ലേ അതിന്റെ മീനിങ്, പിന്നെന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് എന്ന് സുസ്മിത ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അതെ, ഈ കുട്ടി മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ നാവിലൂടെ പറയിപ്പിക്കാനൊന്നും നോക്കണ്ട. ഇവിടെ ഇപ്പൊ ആരാ പറഞ്ഞത് ആ കുട്ടി പ്രഗ്നന്റ് അല്ല എന്ന്? ആ കുട്ടി പ്രഗ്നന്റ് തന്നെയാണ്. ഒരു സ്ത്രീ തികച്ചും നോർമൽ ആണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് അത് നോർമൽ ആയിരിക്കുന്ന കണ്ടീഷനിൽ തന്നെയാണ് ഗർഭാവസ്ഥയും കരുതുന്നത്. അതൊരു രോഗമല്ല എന്ന് ഡോക്ടർ അറിയിച്ചു. ഇത് കേട്ടതോടെ സുസ്മിത ആകെ ഞെട്ടി. ഡോക്ടർ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന രീതിയിൽ സത്യഭാമയെ സുസ്മിത നോക്കുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, സത്യാമ്മേ, ആ കുട്ടി തികച്ചും നോർമൽ ആണെന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ആ കുട്ടിയെ പരിശോധിച്ചപ്പോൾ ആ കുട്ടിയുടെ പ്രഷറും ഷുഗർ ലെവലും ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു, അതെല്ലാം നോർമൽ ആണെന്നാണ് പറഞ്ഞത്. പ്രഗ്നൻസി കണ്ടീഷനിൽ ആ ഷുഗറിന്റെയും പ്രഷറിന്റെയും നിലയാണ് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ഞാൻ നോക്കിയത്. മാത്രമല്ല, ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു. അത് തന്നെ തുടർന്നാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. പിന്നെ ഒരു ടോണിക്ക് കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞു വേഗം ഡോക്ടറോട്. അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു, ആണോ ഡോക്ടർ, ഡോക്ടർ എങ്കിൽ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ഡോക്ടറോട് അവിടെ ഇരിക്കാനായി സത്യമ്മ പറയുന്നു. ആ കുട്ടി ഗർഭിണിയാണെന്ന് കേട്ടതോടെ സത്യാമ്മയുടെ മുഖത്ത് വളരെയേറെ സന്തോഷമായി. സത്യാമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞതോടെ ശാരദാമ്മ ആകെ ഞെട്ടി. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നത്, ഇത് വിശ്വസിക്കാനാകാത്ത സത്യാമ്മ വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശാരദാമ്മ ആകെ സംശയത്തോടെ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് നിൽക്കുന്നു. ഉടനെ തന്നെ ഡോക്ടറോട് അവിടെ ഇരിക്കാനായി സത്യാമ്മ പറഞ്ഞത് കേട്ട് ഡോക്ടർ അവിടെ ഇരുന്നിട്ട് ക്ഷീണം മാറാനായി ഈ ടോണിക്ക് കൊടുത്താൽ മതി സത്യാമ്മ എന്നറിയിച്ചു. ശാരദാമ്മ ആകെ വെപ്രാളപ്പെട്ട് താൻ ഇപ്പോൾ ബോധമറ്റ് വീഴുമെന്നൊക്കെ ചിന്താഗതിയിൽ നിന്ന് സത്യാമ്മയുടെ മുന്നിൽ താൻ അങ്ങനെ പിടിച്ചു നിൽക്കുമെന്നൊക്കെ ആലോചിച്ചെന്ന ശാരദാമ്മ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് അല്പം ആശ്വാസത്തിൽ നിൽക്കുന്നു. എങ്കിലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നതായിരുന്നു അപ്പോഴും ശാരദാമ്മയുടെ സംശയം. ഉടനെ തന്നെ ഡോക്ടർ തന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം സത്യാമ്മയോട് പറഞ്ഞു, എന്നാ ഇനി ഇറങ്ങട്ടെ സത്യാമ്മേ. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, ഡോക്ടറുടെ ഫീസ് ഞാൻ അയച്ചേക്കാം എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, ഓ എന്തിനാ സത്യാമ്മേ, നമ്മൾ തമ്മിലൊരു ഫോർമാലിറ്റി, അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് സുസ്മിത ആകെ ടെൻഷനിലായി. ദൈവമേ, ഡോക്ടർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് താനാകെ പെട്ടുപോയല്ലോ എന്ന് കരുതി സുസ്മിത തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യാമ്മ സുസ്മിതയെ ഒന്ന് രൂക്ഷമായി നോക്കി. അപ്പോഴാണ് രാമ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ സത്യാമ്മയോ, സത്യാമ്മ എപ്പോ വന്നു എന്ന് ചോദിച്ചതും സത്യഭാമ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കി. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, അല്ല, സത്യാമ്മയാണോ ഡോക്ടറെ കൊണ്ടുവരുന്നത്? എന്തിനാ സത്യാമ്മയെ, 2 ദിവസം മുമ്പ് എന്നെ മന്ത്ലി ചെക്കപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, അല്ല, മോൾക്കും കുഞ്ഞിനും സുഖമാണല്ലോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഒന്നുകൂടി ഡോക്ടറെ കൊണ്ടുവന്നേ ഉള്ളൂ. ആ ഡോക്ടർ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് ചുമ്മാ ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാന്ന് കരുതി, അതാ എന്ന് സത്യാമ്മ പറയുമ്പോഴേക്കും ഉടനെ വിഷ്ണു ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് മതിയായില്ലേ? ഈ സമയത്ത് ഉടനെ സുസ്മിതയെ അവിടെ നിൽക്കുന്നത് കണ്ട് ശ്യാമ ചോദിച്ചു, അല്ല, ഈ സുസ്മിത എന്താ ഇവിടെ? അപ്പോഴേക്കും സത്യാമ്മ മറുപടി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, അമ്മയ്ക്ക് ഇനിയും നാണം കെട്ടത് മതിയായില്ലേ? ഉടനെ സത്യാമ്മ വിഷ്ണുവിനെ നോക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അമ്മയോട് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന്. അപ്പോഴേക്കും ഉടനെ സുസ്മിത പറഞ്ഞു, ഭാമാന്റി, ഞാൻ പറഞ്ഞതാ സത്യം, ഇവരെ ആരെയും വിശ്വസിക്കരുത് ഭാമാന്റി എന്ന് ശ്യാമ ഗർഭിണിയല്ല എന്ന രീതിയിൽ തന്നെ സുസ്മിത സംസാരിച്ചു. അപ്പോഴേക്കും ഉടനെ തന്നെ സുസ്മിത വീണ്ടും പറഞ്ഞു, ഇതാ ശാലിനിയുടെ കളിയാ, ഇതെല്ലാത്തിനും പിന്നിൽ അവള് തന്നെയാ എന്ന് സുസ്മിത ശാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴേക്കും ശാലിനി വാതുക്കലേക്ക് എത്തി. പുറത്തുപോയ ശാലിനി വാതുക്കൽ നിൽക്കുന്ന കണ്ടതോടെ ഉടനെ സത്യഭാമ സുസ്മിതയോട് ചോദിച്ചു, ഇനി നിനക്ക് എന്താടി പറയാനുള്ളത്? അത് പിന്നെ ആന്റി, ഞാൻ എന്ന് സുസ്മിത പറഞ്ഞു വരുമ്പോഴേക്കും സുസ്മിതയുടെ കർണത്ത് വിഷ്ണു ഒന്ന് പൊട്ടിച്ചു. അത് കണ്ട ഉടനെ എല്ലാവരും അന്തിച്ചു നിൽക്കുമ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, എല്ലാത്തിനും കാരണം ശാലിനിയാ അല്ലടി എന്ന് ചോദിച്ച് വിഷ്ണു
സുസ്മിത ദേഷ്യപ്പെടുമ്പോഴേക്കും വേഗം സുസ്മിത സത്യാമ്മയുടെ അരികിലേക്ക് ചെന്നു. കണ്ടില്ലേ ഭാമാന്റി, വിഷ്ണുവേട്ടൻ എന്നെ എന്ന് പറയുമ്പോഴേക്കും സത്യഭാമ സുസ്മിതയുടെ കർണത്തടിച്ചു. അപ്പോഴേക്കും വിഷ്ണു സത്യാമ്മയും സുസ്മിതയ്ക്കിട്ട് തല്ലുന്നത് കണ്ട് ശാലിനി പുഞ്ചിരിയോടെ അങ്ങനെ വാതിൽക്ക് നിന്നു. ആ സമയത്ത് സുസ്മിതയുടെ സത്യാമ്മ ചോദിച്ചു, ഇനി നിനക്ക് എന്താടി വേണ്ടത്? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നല്ലോ എല്ലാത്തിനുമുള്ള കൂലി തന്നത്തെ വിടുകയുള്ളൂ എന്ന്. വരമ്പത്ത് നിനക്ക് കൂലി കിട്ടിയില്ലേ? പാടത്ത് കൂലി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വരമ്പത്ത് തരാൻ തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെയാ നിന്നെ ഇവിടെ വെച്ച് ഇപ്പോ ഈ രീതിയിൽ നിനക്ക് സമ്മാനം തന്നത് എന്ന് സത്യാമ്മ അറിയിച്ചു. ഇപ്പൊ എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചതും ശാരദാമ്മ ചോദിച്ചു, അപ്പോ ഇവളുടെ വാക്ക് വിശ്വസിച്ചാ സത്യാമ്മ ഇവിടേക്ക് വന്നത് അല്ലേ എന്ന് ശാരദാമ്മ ചോദിച്ചു. അത് കേട്ടതും സത്യാമ്മ അതേന്ന് ഇഷ്ടമില്ലാതെ തല കുലുക്കുമ്പോഴേക്കും സുസ്മിത അത് പിന്നെ ശാരദാമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും ശാരദാമ്മ എഴുന്നേലും പറയാൻ ഒരുങ്ങുന്ന നിമിഷത്തിന് മുമ്പ് തന്നെ സുസ്മിതയുടെ ശാരദാമ്മ പറഞ്ഞു, ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. അത് കേട്ടതും സുസ്മിത ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശ്യാമ ചോദിച്ചു, അമ്മേ ഞാൻ ചൂലെടുക്കട്ടെ? അപ്പോഴേക്കും ഉടനെ സുസ്മിത പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങിക്കോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിത വേഗം വാതിൽക്കിലേക്ക് ചെല്ലുമ്പോൾ വാതിൽക്കൽ തന്നെ ശാലിനി ഇതെല്ലാം നോക്കി പുഞ്ചിരിയോടെ സുസ്മിതയെ നോക്കി നിന്നു. ഉടനെ തന്നെ സുസ്മിത ശാലിനിയെ ഒന്ന് രൂക്ഷമായി നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, അമ്മയോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുതെന്ന്. ഇവള് കള്ളം മാത്രം പറയുവാനായി ജനിച്ചവളാണ് എന്ന് വിഷ്ണു സുസ്മിതയെ കുറ്റപ്പെടുത്തി സത്യാമ്മയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി അങ്ങനെ വാതിൽക്ക് നിൽക്കുമ്പോൾ ശാരദാമ്മയും ശ്യാമയും ഒക്കെ വിഷ്ണു പറഞ്ഞതിന്റെ ആ അർത്ഥം ശരിക്കും തങ്ങൾക്ക് ചേരുന്ന രീതിയിൽ തല കുമ്പിട്ട് അങ്ങനെ നിന്നു. അപ്പോഴേക്കും ശാലിനിയെ നോക്കി ദേഷ്യത്തോടെ സുസ്മിത പോടി എന്ന് വിളിച്ചിട്ട് സുസ്മിത വേഗം കാറിലേക്ക് ചെന്ന് കയറി. സുസ്മിത നാണം കെട്ട് പോകുന്നത് കണ്ട് ശാലിനി പുഞ്ചിരിയോടെ നോക്കി നിന്നു. അതിനുശേഷം സത്യാമ്മ ശ്യാമയെ സംശയിച്ചതിന്റെ കുറ്റബോധത്തിലായിരുന്നു സത്യാമ്മ. ഉടനെ തന്നെ സത്യാമ്മ വേഗം ശാരദാമ്മയുടെ അരികിലേക്ക് വന്നിട്ട് ശാരദാമ്മയുടെ കൈ പിടിച്ച് തന്റെ കൈകൾക്കുള്ളിലാക്കി ചേർത്ത് പിടിച്ചിട്ട് സത്യാമ്മ പറഞ്ഞു, ശാരദാമ്മേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എന്താ സത്യാമ്മ ഇത്? ഉടനെ ശാരദാമ്മയുടെ സത്യാമ്മ പറഞ്ഞു, അതെ, തെറ്റ് ചെയ്താൽ ആ നിമിഷം തന്നെ അത് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ മാപ്പ് ചോദിക്കണം, അതിൽ യാതൊരു കുറച്ചിനുമില്ല എന്ന് സത്യാമ്മ ശാരദാമ്മയോട് പറഞ്ഞു. അതിനുശേഷം ശ്യാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ പൊന്നുമോളെ, നിന്നെ ഞാൻ സംശയിച്ചു, അവളുടെ വാക്ക് വിശ്വസിച്ച് എന്നോട് ക്ഷമിക്ക്, ഈ സത്യാമ്മയുടെ മോൾ ക്ഷമിക്കൂ കേട്ടോ എന്ന് പറഞ്ഞു സത്യാമ്മ ശ്യാമയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് ശ്യാമയെ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിളത്തും ഒരു ഉമ്മ കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് ശാലിനി വളരെ സന്തോഷത്തോടെ അരികിലേക്ക് വന്ന് ശ്യാമയുടെ പിന്നിൽ വന്ന് അങ്ങനെ നിന്നു. സത്യാമ്മ ശ്യാമയെ നോക്കി പുഞ്ചിരിയോടെ നോക്കുമ്പോൾ നേരെ പിന്നിൽ ശാലിനി നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് സത്യാമ്മയുടെ മുഖഭാവം മാറി. ഉടനെ വിഷ്ണുവിനെ നോക്കി ശാലിനി ചോദിച്ചു, എന്താ അവിടെ സംഭവിച്ചത്? അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അത് പിന്നെ ശാലിനി എന്ന് പറഞ്ഞ് വിഷ്ണു പറയാനൊരുങ്ങുമ്പോഴേക്കും സത്യാമ്മ വിളിച്ചു, വിഷ്ണു. അത് കേട്ട ഉടനെ എല്ലാവരും അന്തിച്ചു നോക്കുമ്പോഴേക്കും സത്യാമ്മ വിഷ്ണുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇവിടെ സംഭവിച്ച എന്താന്ന് അവളോട് ശാരദാമ്മ പറഞ്ഞോളും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു, അമ്മേ ഞാൻ എന്ന് പറഞ്ഞതും വിഷ്ണു നീ വേഗം വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സത്യാമ്മ വരാനായി അറിയിച്ചു. വിഷ്ണു പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ശാലിനിയെ വിഷമത്തോടെ വിഷ്ണു നോക്കി. ശാലിനിയോടൊന്ന് സംസാരിക്കാൻ പോലും അമ്മ അനുവദിക്കാത്തത് കൊണ്ട് വല്ലാത്ത വേദനയോടെ ശാലിനി നോക്കുമ്പോൾ ശാലിനി വിഷ്ണുവിനോട് പറയാത്ത ആ സത്യം തന്റെ വയറ്റിൽ വളർന്നു വരുന്ന കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ശാലിനി വേഗം തന്റെ വയറ്റത്തൊന്ന് അമർത്തി പിടിച്ചു. ഈ സമയത്ത് വിഷ്ണു അവിടെ ശാലിനിയെ നോക്കി നിൽക്കുന്നത് കണ്ട് വാതിൽക്കലെത്തിയ സത്യാമ്മ, വിഷ്ണു വരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് സത്യാമ്മ അവിടെ നിന്നിറങ്ങി. വിഷ്ണു ആകെ വേദനയോടെ ശാലിനി ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാനാകാതെ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത് കണ്ട് ആകെ വിഷമത്തോടെ ശാലിനിയെ ശ്യാമ നോക്കി. ഉടനെ തന്നെ ശാലിനിയും ശാരദാമ്മയും കൂടി പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. വിഷ്ണു കാറിനരികിലേക്ക് ഇറങ്ങി വന്നിട്ടും ആ വാതിൽക്കൽ തന്നെ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ സത്യാമ്മ കാൽ കയറാനായി ഡോറിനരികിൽ വന്ന് നിന്നിട്ട് വിഷ്ണുവിനെ വീണ്ടും നോക്കി. അപ്പോഴേക്കും ശാരദാമ്മയും ശാലിനിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വിഷ്ണു ആകെ വിഷമത്തോടെ അങ്ങനെ നിന്നിട്ട് പതുക്കെ സങ്കടത്തോടെ കാറിലേക്ക് ചെന്ന് കയറി. പിന്നീട് സത്യാമ്മയും വിഷ്ണുവും കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നത് വളരെ ദുഃഖത്തോടെ ശാലിനി നോക്കി നിൽക്കുന്നു. അവർ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചു, ശാലിനി, ആ ഡോക്ടർ എന്താ കള്ളം പറഞ്ഞത് എന്ന് സംശയത്തോടെ ശാരദാമ്മ ചോദിച്ചു. അപ്പോഴേക്കും ശാമിക്ക് ഗർഭമില്ലാതെ എങ്ങനെ ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, ഡോക്ടർ പരിശോധിച്ച പേഷ്യന്റ് പ്രഗ്നന്റ് ആയിരുന്നു അമ്മേ എന്നറിയിച്ചു. ഉടനെ അതിന് ഡോക്ടർ കള്ളവും പറഞ്ഞില്ലല്ലോ എന്ന് കൂടി ശാലിനി അറിയിച്ചപ്പോൾ ശാരദാമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനായില്ല. ശാരദാമ്മ അതിശയത്തോടെ നോക്കി. അപ്പോഴേക്കും ശാലിനി നടന്ന സംഭവങ്ങൾ ശാരദാമ്മയോട് വിശദീകരിക്കണം.
സത്യാമിയും ഡോക്ടറും അവിടേക്ക് എത്തിയതറിഞ്ഞ് ഉടനെ തന്നെ ശ്യാമ ആകെ വിഷമത്തോടെ റൂമിലിരിക്കുമ്പോൾ ശാലിനി തന്റെ സ്കാനിംഗ് റിപ്പോർട്ടും തന്റെ മെഡിക്കൽ ചെക്കപ്പ് റിപ്പോർട്ടും ഒക്കെ എടുത്തുകൊണ്ട് വേഗം ശ്യാമയുടെ റൂമിലേക്ക് എത്തി. മോളെ, നീ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോ, ഡോക്ടർ ഇപ്പോൾ വരും. ഡോക്ടർ വരുമ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നീ ടെൻഷനാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് ശ്യാമയെ വേഗം റൂമിൽ നിന്ന് ശാലിനി പറഞ്ഞയച്ചു. ശ്യാമ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതില് വേഗം ചാരിയിട്ടിട്ട് പുറത്ത് അപ്പുറത്ത് മാറി നിന്നു ശ്യാമ. ഈ സമയത്ത് ശാലിനി വേഗം തന്റെ ആ സ്കാനിംഗ് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം കൂടി ആ ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് ശാലിനി തനിക്ക് ക്ഷീണം കാരണം ഒന്ന് മയങ്ങുന്നത് പോലെ ആ ബെഡിലേക്ക് കിടന്നു. ഡോക്ടർ വരുന്നത് കാത്ത് ശ്യാമ അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ ഡോക്ടർ കൃത്യമായി വാതിൽ തുറന്ന് അകത്തേക്കെത്തി. ഇത് മനസ്സിലാക്കിയ ശാലിനി പെട്ടെന്ന് മയങ്ങുന്നത് പോലെ അഭിനയിക്കുന്നു. ഉടനെ തന്നെ ഡോക്ടർ അരികിലേക്ക് എത്തി ശാലിനി ഒന്ന് നോക്കി. അതിനുശേഷം ശാലിനിയുടെ തലയിലേക്ക് ഒന്ന് കൈവച്ചു. പെട്ടെന്ന് ശാലിനി കണ്ണു തുറന്ന് അപ്പോഴേക്കും ആരാണെന്നറിയാതെ ശാലിനി വേഗം എഴുന്നേറ്റപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഏയ് സാരയില്ല, കുട്ടി കിടന്നോളൂ. ശാലിനിക്ക് ആ ഡോക്ടറെ പരിചയമില്ലാത്തത് കൊണ്ട് അല്ല സാരയില്ല എന്ന് പറഞ്ഞ് ശാലിനി എഴുന്നേക്കാൻ ഇറങ്ങുമ്പോഴേക്കും ഉടനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറാ, സത്യാമ്മ പറഞ്ഞിട്ട് വന്നതാ കുട്ടിയെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ട്. ഞാനൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എന്ന് ഡോക്ടർ അറിയിച്ചു. ശരിയെന്നുള്ള രീതിയിൽ ശാലിനി ഒന്ന് പുഞ്ചിരിച്ചു. ഉടനെ തന്നെ ഡോക്ടർ ശാലിനിയുടെ പ്രഷറും മറ്റുമൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം ശാലിനിയോട് ഡോക്ടർ ചോദിച്ചു, അല്ല കുട്ടിക്ക് ഡോക്ടർ കുറിച്ച് തന്ന ആ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഏതാണ്, മെഡിസിൻ ഏതൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ചു. ഈ സമയത്ത് സത്യാമ്മയോട് വിഷ്ണു ചോദിച്ചു, അല്ലമ്മേ എന്തിനും ഡോക്ടറെയൊക്കെ വിളിപ്പിച്ചത്, ശ്യാമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ അമ്മേ എന്ന് ചോദിച്ചതും ഉടനെ സത്യാമ്മ പറഞ്ഞു, ശ്യാമയ്ക്ക് പ്രശ്നമുണ്ടോ എന്നും അതിന് ശ്യാമ തന്നെയാണോ പ്രശ്നം എന്നറിയാനാണ് ഡോക്ടറെ വിളിപ്പിച്ചതെന്ന് സത്യാമ്മ വളരെ ഗൗരവത്തോടെ വിഷ്ണുവിനോട് പറയുന്നു. ഈ സമയത്ത് ശാലിനിയെ ഡോക്ടർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ണൊക്കെ നോക്കുകയും ശാലിനിക്ക് എന്തെങ്കിലും വിളർച്ചയോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ആ ശാലിനി ഇപ്പം ചെക്കപ്പ് നടത്തുന്ന ആ ഹോസ്പിറ്റലിലെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്നു. അതെല്ലാം നോക്കിയതിന് ശേഷം ഈ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ശാലിനിയോട് ഡോക്ടർ അന്വേഷിച്ചു. ഉണ്ട്, എല്ലാം കഴിക്കുന്നുണ്ടെന്ന് ശാലിനി മറുപടി നൽകി. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, ശരി, ഈ മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ, ഫുഡൊക്കെ നന്നായി കഴിക്കണം എന്ന് കൂടി ഡോക്ടർ അറിയിച്ചു. ശാലിനി തന്റെ ഫയലൊക്കെ എടുത്ത് കൊടുക്കാനായി എഴുന്നേറ്റപ്പോൾ പോലും ഡോക്ടർ അതിനനുവദിക്കാതെ ശാലിനിയോട് അവിടെ ഇരുന്നോളാനായി പറയുന്നു. അങ്ങനെ ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അതെ സത്യാമ്മ വിളിച്ചിട്ടാ ഞാൻ വന്നത്, വിവരം ഞാൻ സത്യാമ്മയോട് പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി കുട്ടി കിടന്നോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും വേഗം ശ്യാമ അകത്തേക്ക് വന്നു. ഈ സമയത്ത് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സുസ്മിത പറഞ്ഞൊക്കെ കളവാണെന്നുള്ള രീതിയിൽ ഡോക്ടർ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. അപ്പോഴേക്കും ശ്യാമ വേഗം റൂമിലേക്ക് ഓടിയെത്തി. കുഞ്ഞേച്ചി എന്ന് വിളിച്ചതും ഉടനെ ശാലിനി ശ്യാമയെ പിടിച്ച ബെഡിലേക്ക് ഇരുത്തി, മോളെ നീ ഇവിടെ കിടന്നോണം, ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും നീ പുറത്തേക്ക് ഇറങ്ങി ചെല്ലണം. ഞാനപ്പോ വേഗം അപ്പുറത്തുകൂടി പുറത്തേക്ക് പോയിട്ട് ഞാൻ പുറത്തു പോയിട്ട് മടങ്ങി വരുന്നത് പോലെ വാതിലേക്ക് കയറി വരാം എന്ന് ശാലിനി അറിയിച്ചു. ശരി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശാലിനി പറഞ്ഞതുപോലെ തന്നെ ശ്യാമ അല്പം ചങ്കിടിപ്പോടെ ആ ബെഡിൽ തന്നെ കാത്തിരുന്നു. പിന്നീട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലായ ശ്യാമ വേഗം തന്നെ ഡോക്ടർ പോയി കഴിയുമ്പോഴേക്കും സത്യാമ്മയുടെ മുന്നിലേക്ക് എത്തുന്നു. അതാണ് സംഭവിച്ചത് എന്ന് ശാലിനി ശാരദാമ്മയോട് പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ശാരദാമ്മ ശാലിനിയോട് പറഞ്ഞു, അപ്പോൾ അതാണ് സംഭവിച്ചതല്ലേ, ഭാഗ്യം. എന്തായാലും ഞാൻ എപ്പോൾ വേണമെങ്കിലും തലചുറ്റി വീണേക്കാം എന്ന അവസ്ഥയിലായിരുന്നു സത്യാമ്മയുടെ മുന്നിൽ ഞാൻ നിന്നിരുന്നത്. എന്തായാലും എൻ്റെ പൊന്നുമോളെ നീ കാത്തു. ഇന്നത്തെ ദിവസം ഈ സത്യമൊക്കെ സത്യാമ്മ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതൊന്നും സാരമില്ലമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ കരുതുന്നു ഇപ്പോഴതല്ലമ്മേ, എങ്ങനെ ആ സുസ്മിത ഈ സത്യം അറിഞ്ഞു എന്നാണ് എന്ന് ശാലിനി ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, അന്ന് ശ്യാമയ്ക്ക് അബോർഷൻ സംഭവിച്ചപ്പോഴും അവൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അറിഞ്ഞതായിരിക്കും. എന്തായാലും അവള് അതിനെക്കുറിച്ച് ചെകഞ്ഞ് അന്വേഷിച്ചു കാണും എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി പറഞ്ഞു, എന്തായാലും അവള് ഇക്കാര്യം മനസ്സിലാക്കിയത് സ്ഥിതിക്ക് ഇനി ഇത് സത്യമാണെന്ന് പ്രസ്താവിച്ചെടുക്കാനായി അവൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി പാഞ്ഞു നടക്കും എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമ്മയോട് പറയുന്നു. മറ്റാരറിഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതാ സുസ്മിതയാണ് അറിഞ്ഞത്, അതാണ് പ്രശ്നം എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമ്മയോട് അറിയിച്ചു. അത് കേട്ട് ശാരദാമ്മയും തലകുലുക്കി. അപ്പോഴേക്കും ശ്യാമ ആകെ ആശങ്കയോടെ ശാലിനിയുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, കുഞ്ഞേച്ചി. അപ്പോഴേക്കും ശ്യാമയുടെ ആ പരിഭ്രമം കണ്ട് ശാലിനി പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, അവളിനി എന്ത് ചെയ്താലും ശരി അവളെ എങ്ങനെയും നമ്മൾ എതിർക്കും. അവള് എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവൾ തയ്യാറെടുത്ത് വരുന്നോ അതിനു മുൻപ് തന്നെ ആ പ്രശ്നം നമ്മൾ ഇല്ലാതാക്കിയിരിക്കും.
ഇത് കുഞ്ഞേച്ചി മോൾക്ക് തരുന്ന വാക്കാണ് എന്ന് ശാലിനി ശ്യാമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന പോലെ ശ്യാമയ്ക്ക് ധൈര്യമായിരിക്കാനുള്ള തന്റെ മറുപടി കൊണ്ട് ശ്യാമയെ ധൈര്യപ്പെടുത്തുന്നു. പിന്നീട് രാത്രിയായി കഴിയുമ്പോഴേക്കും വിവരങ്ങളൊക്കെ പറഞ്ഞ് വിഷ്ണു ആകെ സങ്കടപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ കമലൻ വിഷ്ണുവിനെ ആശ്വസിപ്പിച്ചു. സാരമില്ല ആശാനെ, എല്ലാം ശരിയാകും എന്ന് വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ കമലൻ പറയുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, എന്ത് ശരിയാകാനാടാ, എന്ന് ശരിയാകുമെന്നാ നീ പറയുന്നത്? എത്ര വട്ടം നീ തന്നെ എന്നോട് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്? ഒന്നും ശരിയാകില്ലടാ. പറഞ്ഞ് ആ വാക്കിനോട് പോലും ഇപ്പൊ എനിക്ക് വെറുപ്പായി കഴിഞ്ഞു. എടാ, ആ സുസ്മിത തന്നെ ഏതൊക്കെ രീതിയിൽ എന്നെയും ശാലിനിയും അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെടാ. സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ഞാനും ശാലിനിയും. ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കമുണ്ടായാൽ അത് ഒരു രാത്രിക്കപ്പുറം നീണ്ടു പോവില്ല, ഒരു രാത്രി പോലും മുഴുവത്തേക്കില്ല. അതാടാ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. ഈ ശാലിനി ഈ വിഷ്ണുവിനുള്ളതാ, അതുപോലെ തന്നെ വിഷ്ണു ശാലിനിക്കും. ഞങ്ങളെ പിരിക്കാൻ വിധിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് കമല ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ വിധി എന്തുകൊണ്ടാ ഞങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ കിടന്നുകൊണ്ട് കൂടെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു ആശങ്കപ്പെടുമ്പോൾ ഉടനെ കമലം പറഞ്ഞു, ആശാൻ അതൊക്കെ വിട്ടുകളാം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഏട്ടത്തിയമ്മ സിവിൽ സർവീസ് എക്സാം പാസ്സാവില്ലേ? ഇന്റർവ്യൂ പാസ്സായിട്ട് ഇവിടുത്തെ കളക്ടർ എന്നുള്ള ബോർഡ് വെച്ച കാറിൽ ഇവിടെ വന്ന് ഏട്ടത്തിയമ്മ ഇറങ്ങുമ്പോൾ ആശാൻ അഭിമാനത്തോടു കൂടി പറയാലോ. അതുപോലെ തന്നെ സത്യാമ്മയും അപ്പോ ഏട്ടത്തിയമ്മയെ അംഗീകരിക്കും. തീർച്ചയാ സത്യാമ്മ ഏട്ടത്തിയമ്മയെ തിരിച്ചു വിളിക്കും. ആശാനെ, ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചാൽ നാളെ സന്തോഷമുള്ള ഒരു ദിവസം ആശാൻ ഏട്ടത്തിയമ്മയ്ക്ക് ഉണ്ടാകും. വിഷമിക്കാതെ ആശാനെ എന്ന് പറഞ്ഞുകൊണ്ട് കമലൻ വിഷ്ണുവിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു കമലന്റെ വാക്കുകൾ വിശ്വസിക്കുന്നത് പോലെ വീണ്ടും അത് ആലോചിച്ചുകൊണ്ട് അങ്ങനെ വിഷ്ണു നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ ശാരദാമ്മയും ശാലിനിയും ശ്യാമയും കൂടി പൂജാമുറിയിലെത്തി പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ശാരദാമ്മ മനമുരുകി പ്രാർത്ഥിച്ചു, എന്റെ ദേവി, എന്റെ മക്കൾക്ക് ഒരബദ്ധം വരുത്തരുതേ. ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ അകന്നു പോയതുപോലെ കുഞ്ഞുണ്ടാകുന്നത് വരെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാതെ എല്ലാം മംഗളകരമായി എൻ്റെ മക്കളുടെ ജീവിതം സുരക്ഷിതമായി സന്തോഷത്തോടെ അടുത്ത ദിവസങ്ങളിലെങ്കിലും ഇനി വരുന്ന നാളുകളിലെങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയണേ ദേവി എന്ന് ശാരദാമ്മ മനമുരുകി തൻ്റെ ദേവിയോട് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ വീട്ടിലേക്ക് ശാരിക ഓടിപ്പിടിച്ചെത്തുന്നു. ശാരിക കുടുംബശ്രീയിലേക്ക് ഓടിയെത്തി. ഈ സമയത്ത് ശാരദാമ്മയും മക്കളും പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ അകത്തേക്ക് ഓടിക്കയറി വരികയാണ് ശാരിക. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ശാരിക എന്തോ വലിയ സംഭവം നടന്നതുപോലെ ഭയപ്പെടുത്തിക്കൊണ്ട് അരികിലേക്ക് ഓടി വരുന്നത് കണ്ട് ശാരദാമ്മയും ശാലിനിയും ശ്യാമയും എല്ലാം ഞെട്ടി. എന്താടി, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഓടിപ്പിടിച്ചു വന്നിട്ട് മുന്നിൽ നിന്ന് അണയ്ക്കുന്നതിനാൽ എന്ത് പറയണമെന്നറിയാതെ ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ശാരിക. ആ കാഴ്ച കണ്ട് എന്തായിരിക്കും സംഭവിച്ചതെന്നറിയാതെ ആകെ വിഷമത്തിലാകുന്നു ശാരദാമ്മയും മക്കളും.